യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിൽ എത്തുന്ന ജനക്കൂട്ടത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഈ ആളുകളെ കാണുമ്പോൾ യേശുനാഥൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഈ അപ്പം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വിശപ്പ് മാറിയതുകൊണ്ടാണ്. ഞാൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നത്. അതായത് ഒത്തിരിയധികം ആർജവത്തോടെ യേശുനാഥനെ തിരക്കി വരുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുന്നത്. വള്ളങ്ങളിൽ കയറി വളരെ ബുദ്ധിമുട്ടി യേശുനാഥനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ജനം. പക്ഷേ ഇവരുടെ ഈ അന്വേഷണത്തിന് പിന്നിലും ഇവരുടെ ആർജവത്തിന് പിന്നിലുമുള്ള കാരണം യേശുനാഥനോടുള്ള സ്നേഹമല്ല, മറിച്ച് അവിടുന്ന് ചെയ്ത ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനമാകട്ടെ എന്നേക്കുമുള്ള ഒരു സ്വാധീനമല്ല, മറിച്ച് അത് യേശുനാഥൻ്റെ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അതിലൊരു ഉദാഹരണമാണ് അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അവരുടെ വിശപ്പ് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരികമായ ചില അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചതുകൊണ്ട് അവർ യേശുനാഥനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ യേശുനാഥൻ അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി, അതായത് നിങ്ങളുടെ വിശപ്പകറ്റുന്ന ഭക്ഷണത്തിന് വേണ്ടി അല്ല അന്വേഷിക്കേണ്ടത്. എന്നെ അന്വേഷിക്കേണ്ടത് നശ്വരമായ അപ്പം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നേരത്തെ അറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം പ്രത്യേകിച്ച് സംസാരിക്കുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പോൾ ദിവ്യകാരുണ്യ പഠനത്തിൽ നമുക്ക് അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങളുടെ അടുക്കിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, അവൻ്റെ അടുക്കിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് നശ്വരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ, അതോ അവനിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിന് വേണ്ടിയാണോ? യേശുനാഥൻ ഇന്ന് ജനക്കൂട്ടത്തോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക എന്നാണ്. പിതാവായ ദൈവം അയച്ച യേശുനാഥനിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നാണ്. അവനെ വിശ്വസിക്കുക എന്നാൽ അവൻ്റെ പഠനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാകുക എന്നാണ്. അവൻ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ്. അപ്പോൾ സ്നേഹിക്കുന്ന മനുഷ്യരാവുക എന്നാണ്. യേശുനാഥനെയും സ്നേഹിക്കുക, മറ്റുള്ളവരെയും സ്നേഹിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിനേക്കാൾ ഉപരി ദൈവത്തിനു വേണ്ടി സ്നേഹിക്കാനും മറ്റു മനുഷ്യരെ സ്നേഹിക്കാനുള്ള അന്വേഷണമായി തീരണം. അതാണ് ദിവ്യകാരുണ്യം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. പലപ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മൾ ഓടിയെത്തുന്നത് നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിയെത്തേണ്ടത് യേശുനാഥൻ്റെ പക്കലേക്കാണ്. പക്ഷെ അതുമാത്രമായിരിക്കരുത് നമ്മുടെ ഈ ഓട്ടത്തിന് പുറകിലുള്ള കാരണം. അവന് വേണ്ടി കൂടി ഓടുന്ന മനുഷ്യരായി മാറണം. ഇവർ ഒത്തിരി അധികം ബുദ്ധിമുട്ടി യേശുനാഥനെ കണ്ടെത്തുന്നത് യേശുനാഥന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി യേശുവിനെ സ്നേഹിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഓടിയണയുമ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ഓടിയണയുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.